നല്ലുന്നു രാജാവെഴുന്നള്ളുന്നു. യേശുവിനെ നോക്കിക്കൊണ്ട് നാഗലോക നാദനീശൻ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാദനീശൻ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഈശോയെ മാത്രം നോക്കുക പ്രിയരെ, തമ്പുരാനെ മാത്രം നോക്കുക. ഈശോയെ രണ്ട് കണ്ണുകളും തുറന്ന് നോക്കുക. ഈശോയുടെ മുൻപിൽ ആർക്ക് വേണമെങ്കിലും വരാം. എല്ലാ പാപികൾക്കും ഈശോയുടെ മുൻപിലേക്ക് വരാം. പണക്കാരനും പാവപ്പെട്ടവനും യേശുവിൻ്റെ മുൻപിലേക്ക് വരാം. അവനൊന്നും ചോദിക്കില്ല. എല്ലാം തകർന്നവർക്കും ഈശോയുടെ മുൻപിലേക്ക് വരാം. ലോകത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളെ കാണണമെങ്കിൽ എത്രയോ ആളുകളുടെ കാല് പിടിക്കണം പ്രിയരെ. പക്ഷെ യേശുവിൻ്റെ മുൻപിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പരിശുദ്ധനായ കർത്താവിനെ നമുക്കൊന്ന് കാണാം പ്രിയരെ. ആ തമ്പുരാനെ നമുക്കൊന്ന് നോക്കാം. ആ പരിശുദ്ധന്റെ മുൻപിൽ പരമപരിശുദ്ധനായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്കും വിളിക്കാം പ്രിയരെ. രണ്ട് കരങ്ങളും യേശുവിന്റെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കുക. പരിശുദ്ധനായ കർത്താവിനെ ഒന്ന് വിളിക്കുക. തമ്പുരാന്റെ നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധനായ ദൈവമേ, നീ മാത്രമല്ലേ പരിശുദ്ധൻ. നിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ മുട്ടുമടക്കാൻ പോലും കർത്താവേ ഞങ്ങൾ യോഗ്യരല്ലല്ലോ. യേശുവേ, നിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ തലകുനിക്കാൻ പോലും ഞങ്ങൾ യോഗ്യരല്ലല്ലോ കർത്താവേ. സ്വരമുയർത്തി വിളിക്കട്ടെ, പരമപരിശുദ്ധനായ ദൈവമേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധനാം തമ്പുരാനേ, യേശുവിനെ നോക്കിക്കൊണ്ട് തണലേറ്റു വളരുന്നു ഞാൻ. യേശുവിന്റെ തണലിലാണ് നമ്മൾ വളരുന്നത്. പരിശുദ്ധനാം തമ്പുരാനേ, ഓ പരമപരിശുദ്ധനായ ദൈവമേ, തണലേറ്റു വളരുന്നു ഞങ്ങൾ. യേശുവേ, ഇല്ലായ്മ വല്ലായ്മ എല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. ഇല്ലായ്മ വല്ലായ്മ എല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. ഓ പരമപരിശുദ്ധനേ, പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. യേശുവിനെ മാത്രം നോക്കുക പ്രിയരെ. തമ്പുരാനെ മാത്രം നോക്കുക. നമ്മുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമുക്കൊന്ന് നോക്കാം പ്രിയരെ. അവൻ നമ്മളെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകം ഒരുപക്ഷെ വിളിച്ചു പറയും, ഒരു ചെറിയ കാറ്റത്ത് പോലും പറന്നു പോകുന്ന ഈ ഗോതമ്പപ്പമാണോ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത്. യേശുവിനൊന്ന് വിളിച്ചു പറയാനുണ്ട്. അവൻ വിളിച്ചു പറയുക, ലോകത്തിന്റെ ഒരു കൊടുങ്കാറ്റിന് പോലും എന്നെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പറ്റുകയില്ല. ആ തമ്പുരാന്റെ മുന്നിലാ പ്രിയരെ നമ്മൾ ഇരിക്കുന്നത്. ഉരുകുന്ന മനസ്സിന്റെ ഭാരവുമായി ഞാൻ നിൻ പാദം തേടിയെത്തി. നിന്റെ പാദത്തിൽ ഉരുകുന്ന മനസ്സുമായി, ഉരുകുന്ന മനസ്സിന്റെ ഭാരവുമായി ഞാൻ നിൻ പാദം തേടിയെത്തി. ദുഃഖത്തിന്റെ ഭാരങ്ങളാ കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ. തീരാത്ത കണ്ണീർ കണങ്ങളകറ്റാൻ നാഥാ നിൻ സന്നിധിയിൽ വന്നു. ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് കർത്താവ്. തീരാത്ത കണ്ണീർ കണങ്ങളകറ്റാൻ നാഥാ നിൻ സന്നിധിയിൽ വന്നു. എത്രയോ വലിയവനാ കർത്താവേ. പരിശുദ്ധനാം തമ്പുരാനേ, രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് വളരുന്നു ഞങ്ങൾ. ഈശോയെ നോക്കിക്കൊണ്ട് പ്രിയരെ, യേശുവിനെ മാത്രം നോക്കുക.
പരമപരിശുദ്ധനായ കർത്താവിനെ നോക്ക്. ഉരുകുന്ന മനസ്സുമായിട്ട് നിൽക്കുന്ന മക്കളെ, കർത്താവിനെ ഒന്ന് നോക്ക്. അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. ഈശോ നമ്മളെയല്ലേ പ്രിയരെ നോക്കുന്നത്? തകർന്ന നമ്മളെയല്ലേ നോക്കുന്നത്? രോഗിയായ നമ്മളെയല്ലേ നോക്കുന്നത്? ആ തമ്പുരാനെ നോക്കിക്കൊണ്ട്, പരമപരിശുദ്ധനെ നോക്കിക്കൊണ്ട്, രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച യേശുവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയരെ. ചേതനയിൽ അറിയാതെ ഞാൻ ചെയ്ത പാപം പൊറുക്കേണേ യേശുനാഥ. ചേതനയിൽ അറിയാതെ ഞാൻ ചെയ്ത പാപം പൊറുക്കേണേ യേശുനാഥ. നീയാണീ വിശ്വനാഥൻ, ലോകത്തിൽ വലിയവൻ കർത്താവേ. ഞാൻ സ്തുതിക്കുന്നു, എന്നെ മാത്രം ഞാൻ സ്തുതിക്കുന്നു കർത്താവേ. നീയാണീ വിശ്വനാഥൻ, നീയാണ് കർത്താവേ. എന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ഞാനൊന്ന് സ്തുതിച്ചോട്ടെ കർത്താവേ. പരിശുദ്ധനാം തമ്പുരാനേ, ഓ പരമപരിശുദ്ധനായ കർത്താവേ, തണലേറ്റു വളരുന്നു ഞങ്ങൾ. നിന്റെ തണലിൽ ഞങ്ങളൊന്ന് വളർന്നോട്ടെ കർത്താവേ. പരിശുദ്ധനാം തമ്പുരാനേ, യേശുവേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. വല്ലായ്മ എല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. വല്ലായ്മ എല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. നമുക്ക് തുറന്നു പിടിക്കാം പ്രിയരെ. യേശുവിനെ ഒന്ന് നോക്കിക്കേ. നമ്മൾ എത്രമാത്രം ഇല്ലായ്മയുള്ളവരായാലും, എത്രമാത്രം തകർന്നവരായാലും, ഈശോ നമ്മളെയല്ലേ നോക്കുന്നത് പ്രിയരെ. എൻ്റെ വേദനയിൽ സന്തോഷിക്കുന്ന കർത്താവല്ല ഇരിക്കുന്നത് എൻ്റെ മുൻപിലിരിക്കുന്നത്. എൻ്റെ ദുഃഖത്തിൽ എൻ്റെ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ സഹനത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, എപ്പോഴും എൻ്റെ കൂടെ വരുന്ന കർത്താവല്ലേ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ആ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ചുകൂടെ പ്രിയരെ? ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? ദൈവമേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെ ഒന്ന് വിളിക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയം തുടിക്കുകയാ കർത്താവേ. നമുക്കൊന്ന് കർത്താവിനെ വിളിക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ടൊന്ന് വിളിക്കാമോ പ്രിയരെ? എല്ലാവരും വിളിക്ക. ഒരുപക്ഷെ നമ്മൾ രോഗിയായി കട്ടിലിൽ കിടക്കുകയായിരിക്കാം, നടക്കാൻ പറ്റുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, വാഹനാപകടങ്ങളിലൊക്കെ പെട്ട ശരീരങ്ങളൊക്കെ ചതഞ്ഞരഞ്ഞ് ശരീരത്തിലെ എല്ലുകളൊക്കെ നുറുങ്ങി കിടക്കുന്നവരായിരിക്കാം, ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നവരായിരിക്കാം. ഈശോ പറയുന്നു, ഈ നിമിഷം നീ എന്നെ നോക്കി വിളിച്ചാൽ ഇതൊരു അത്ഭുതത്തിന്റെ നിമിഷമാണ് മോനെ, അത്ഭുതത്തിന്റെ നിമിഷമാണ് മോളെ. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ, എന്റെ വേദനകളിലേക്ക്, എന്റെ സങ്കടങ്ങളിലേക്ക്, എന്റെ ദുഃഖങ്ങളിലേക്ക്, എന്റെ നൊമ്പരങ്ങളിലേക്ക്, ഓ ദൈവമേ, നിന്റെ ശക്തി ഇറക്കണമേ, നിന്റെ അഭിഷേകം ഇറക്കണമേ, നിന്റെ സാന്നിധ്യം ഇറക്കണമേ. നീ ഇപ്പോൾ ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ വേദനകളിൽ മുഖം മറയ്ക്കുന്നവനല്ലല്ലോ കർത്താവേ നീ. യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കരങ്ങൾ കൂപ്പി. എൻ വേദനയിൽ മുഖം മറയ്ക്കാനായി തമ്പുരാനാവില്ല എന്നും. എൻ യാതനയിൽ എന്നെ നയിക്കാൻ എൻ നാഥനരികിലുണ്ടെന്നും. എൻ വേദനയിൽ മുഖം മറയ്ക്കാനാ തമ്പുരാനാവില്ല എന്നും. എന്റെ കരം വിടാൻ നിനക്ക് പറ്റില്ലല്ലോ ഈശോയെ. തമ്പുരാനെ നോക്കുക പ്രിയനെ. യേശു നമ്മുടെ കരം പിടിച്ചാൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? യേശുവേ, എല്ലാ ദിവസവും ഞങ്ങൾ പാപം ചെയ്യുന്നവരാ.
ഒരുപാട് തീരുമാനങ്ങൾ എടുത്താൽ പോലും നിറവേറ്റാൻ പറ്റാത്തവരാ കർത്താവേ. ഞങ്ങളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി, പഴയ പോലെ ആരോഗ്യമില്ല കർത്താവേ. ഞങ്ങളൊക്കെ തകർന്നു പോയി ഈശോയെ, എന്നും പാപം ചെയ്ത് ചെയ്ത് തകർന്നു പോയി ഈശോയെ. പാപത്തിൻ നീർക്കയത്തിൽ ഞാൻ പ്രതിദിനം വീണിടുമ്പോൾ എപ്പോഴും വീഴുകയാ കർത്താവേ. പാപത്തിൻ നീർക്കയത്തിൽ ഞാൻ പ്രതിദിനം വീണിടുമ്പോൾ എപ്പോഴും വീണു പോകുകയാ കർത്താവേ. എന്നെ താങ്ങാൻ എന്നെ എന്നിട്ടും എന്നെ കൈപിടിക്കാൻ നീ ഉണ്ടല്ലോ. എന്നെ താങ്ങാൻ എന്നെ നയിക്കാൻ കർത്താവേ നീ എന്നെ കൈവിടുന്നരികിലുണ്ടെന്നും എൻ വേദനയിൽ മുഖം മറയ്ക്കാനാ തമ്പുരാനാവില്ല. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കർത്താവേ നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ആ തമ്പുരാനെ നോക്കുക പ്രിയരെ. യേശുവേ, ലോകത്തിന്റെ സകല ദുരിതങ്ങളും ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങുക കർത്താവേ. ഒരു മഴ പെയ്യുന്നത് പോലെ ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങളാ കർത്താവേ, തകർച്ചകളാ ഈശോയെ. ആരോടാ ഞങ്ങളുടെ വേദന പറയുന്നത്? ആരോടാ ഞങ്ങളുടെ സങ്കടം പറയുന്നത്? ലോകത്തിൽ ആർക്കും മനസ്സിലാവില്ല കർത്താവേ. ഞങ്ങളുടെ നൊമ്പരം പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ടും കർത്താവേ നീ ഞങ്ങളുടെ കരം പിടിച്ച എന്നും പ്രതിസന്ധികളിലും ഞങ്ങളുടെ കൂടെ വഴി നടത്തുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ മനസ്സ് തുറന്നൊന്ന് വിളിച്ചോട്ടെ കർത്താവേ. ലോകത്തിൻ ദുരിതമെന്നിൽ മഴയായി പെയ്തിടുമ്പോൾ എന്റെ ദൈവമേ, ലോകത്തിൻ ദുരിതമെന്നിൽ മഴയായി പെയ്തിടുമ്പോൾ എനിക്കായി കരുതും എന്നെ വഹിക്കും എൻ നാഥനരികിലുണ്ട്. എന്റെ നാഥൻ എപ്പോഴും എന്റെ അരികിലുണ്ട്. എനിക്കായി കരുതിക്കൊണ്ട് എന്നെ വഹിക്കും എൻ നാഥനരികിലുണ്ട്. എന്ത് സംഭവിച്ചാൽ എന്റെ നാഥൻ എന്നെ വിടില്ല. എൻ വേദനയിൽ എന്റെ കൂടെ മറയ്ക്കാനാ തമ്പുരാനാവില്ല എന്നും. എന്റെ ഈശോയെ, എൻ യാതനയിൽ എന്നെ നയിക്കാൻ എൻ നാഥനരികിലുണ്ടെന്നും. എൻ വേദനയിൽ രണ്ട് കരങ്ങളും മറയ്ക്കാനാ തമ്പുരാനാവില്ല എന്നും. പ്രിയരേ, തമ്പുരാൻ നമ്മുടെ കരം പിടിച്ചിരിക്കുക. നമുക്ക് എത്ര നൊമ്പരമുണ്ടെങ്കിലും ഈശോ പറയുന്നു, നീ എത്ര തകർന്നവനായാലും ഞാൻ നിന്റെ കരം വിടുകയില്ല. നിന്റെ കടബാധ്യത വലുതാണെങ്കിൽ നിനക്കുള്ള അനുഗ്രഹവും വലുതാണ്. നിന്റെ രോഗം വലുതാണെങ്കിൽ നിനക്കുള്ള സൗഖ്യവും വലുതാണ്. നിന്റെ പ്രശ്നം വലുതാണെങ്കിൽ നിനക്കുള്ള അനുഗ്രഹങ്ങൾ വലുതാണെന്ന് പറയുന്ന ആ കർത്താവിന്റെ മുൻപിലാ പ്രിയരെ നമ്മൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വരം ഉയർത്തിയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, വിളിച്ച് സ്വരമുയർത്തി വിളിക്കുക. ഉള്ളൊറിഞ്ഞൊന്ന് വിളിച്ചാൽ, ഉള്ളു തുറന്നൊന്ന് വിളിച്ചാൽ, ഹൃദയം മുട്ടിയൊന്ന് വിളിച്ചാൽ, ഹൃദയം തുറന്നൊന്ന് വിളിച്ചാൽ, ഒറ്റ വിളിമതി പ്രിയരെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ. ഒറ്റ വിളിമതി പ്രിയരെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ. ആ യേശുവിന്റെ ശക്തി, ആ യേശുവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം പ്രിയരെ. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. തമ്പുരാന്റെ മുന്നിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈശോയെ മാത്രം നോക്കുക, ബാക്കി എല്ലാം മറക്കുക പ്രിയരെ.
ഇപ്പൊ എല്ലാവരും നമ്മളെ മറന്നില്ലേ? സകലതും കഴിഞ്ഞപ്പോ നമ്മളെ കൈവിട്ട് പോയില്ലേ? സ്നേഹിതരൊക്കെ കൈവിട്ട് പോയില്ലേ പ്രിയരെ? എല്ലാവരും പോയില്ലേ? ഇപ്പൊ ഈശോയെ ഞങ്ങൾ മാത്രമേ നിന്റെ മുൻപിലുള്ളൂ ഈശോയെ. ബാക്കി എല്ലാവരും പോയി. ആർക്കും ഞങ്ങളെ വേണ്ട കർത്താവേ, ആർക്കും ഞങ്ങളെ വേണ്ട ഈശോയെ. ആ ഈശോയെ മാത്രം നമുക്കൊന്ന് നോക്കാം പ്രിയരെ. തമ്പുരാനെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി മലയിലേക്ക് കടന്നുപോയ കർത്താവിനെ നമുക്കൊന്ന് കാണാം പ്രിയരെ. ഒന്ന് കണ്ടു നോക്കിക്കേൻ. നമുക്ക് വേണ്ടിയല്ല അവൻ പാടുപീഡകൾ സഹിച്ചത്. തലയിലേക്കൊന്ന് നോക്കിക്കേൻ പ്രിയപ്പെട്ടവരെ. മുൾമുടി അണിഞ്ഞ കർത്താവിനെ കണ്ടാൽ ആരാ പ്രാർത്ഥിക്കാത്തത് പ്രിയപ്പെട്ടവരെ? ചമ്മട്ടി കൊണ്ട് അടിച്ച ശരീരം മുഴുവൻ പൊട്ടിച്ചപ്പോഴും ആരോടും പരാതി പറയാത്ത കർത്താവ്, ഭാരമേറിയ കുരിശുമരവും ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക്, കാൽവരി മലയിലേക്ക് പോകുന്ന കർത്താവിനെ നമുക്കൊന്ന് കാണാം പ്രിയരെ. ആ തമ്പുരാനെ ഒന്ന് കണ്ടേൻ പ്രിയരെ. കണ്ണുകളൊന്ന് അടയ്ക്കുക. കണ്ണുകൾ അടച്ച ഭാരമേറിയ കുരിശുമരവും ചുമന്നുകൊണ്ട് പോകുന്ന കർത്താവിനെ കാണുക. ഈശോ പറയുന്നു, കുരിശുമരമല്ല എൻ്റെ തോളിലിരിക്കുന്നത്, എൻ്റെ മക്കളുടെ ഭാരം കാരണം, നമ്മുടെ പാപത്തിന്റെ ഭാരം കാരണം മക്കളെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഈശോ പലപ്പോഴും പ്രിയരെ മുഖം കുത്തി നിലത്ത് വീഴുകയാ. ഈശോയുടെ മുഖം വികൃതമായി, ശരീരം വികൃതമായി പ്രിയപ്പെട്ടവരെ. കാൽവരി മലയിൽ കർത്താവിനെ ഇതാ കുരിശിൽ കിടത്തിയിരിക്കുക. കൈകൾ അവര് പിടിച്ചു വലിച്ചു. കൈകളിൽ പച്ച ഇരുമ്പാണികൾ അടിച്ചു കയറ്റുകയാ പ്രിയപ്പെട്ടവരെ. ഒരു ദാക്ഷിണ്യവുമില്ല. ജീവനുള്ള ശരീരത്തിലേക്ക്, ആ കൈകളിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോഴും ആരോടും പരാതി പറയാത്തൊരു കർത്താവ്. കാലുകൾ പിടിച്ചു വലിച്ചു പ്രിയരെ. കാലുകളിൽ ആണികൾ അടിച്ചു. മിണ്ടാൻ പറ്റുന്നില്ല. കുരിശിൽ കിടക്കുക. കിടക്കുന്ന സമയത്ത് കർത്താവ് വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കളെ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയരെ, അവർ മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്തിനാ മീറ കലർത്തിയ വീഞ്ഞു കൊടുക്കുന്നത്? വേദന കുറയാൻ വേണ്ടിയിട്ട്. ഈശോ അത് കുടിച്ചില്ല പ്രിയരെ. എന്തേ കുടിക്കാതിരുന്നത്? എൻ്റെ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നതിൽ ഒരു കുറവും വരരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ്. ആ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തി എല്ലാവരും സ്വരമുയർത്തി, ആ എനിക്ക് വേണ്ടി സഹിച്ച, എനിക്ക് വേണ്ടി ചങ്ക് നൽകിയ, എനിക്ക് വേണ്ടി പൊടിയപ്പെട്ട, എനിക്ക് വേണ്ടി പാടുപീഡകളേറ്റ ആ കർത്താവിനെ ഒന്ന് വിളിക്ക. സ്വരമുയർത്തി കാൽവരി നാഥനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്ക. ഹൃദയമുയർത്തി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്ക. യേശുവേ, ഹൃദയമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്ക. യേശുവേ, കാൽവരി മലയിൽ യേശുവേ, യേശുവേ, ചിന്തിയ രക്തത്താൽ കർത്താവിനെ കണ്ടുകൊണ്ട് വിളിക്കേ. കഴുകണമേ യേശുവേ, വികൃതനാക്കപ്പെട്ട കർത്താവ് എന്നെ കഴുകണമേ യേശുവേ. കൈകൾ കൂപ്പി സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങൾ മടിയിൽ തുറന്നു വെക്കുക പ്രിയരെ. കണ്ണുകൾ അടയ്ക്ക്. കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിക്കുക. മുൾമുടി അണിഞ്ഞ ശിരസിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. മുൾമുടി അണിഞ്ഞ ശിരസിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണേ കർത്താവേ. യേശുവേ, വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കുന്നു. യേശുവേ, യേശുവേ, എന്നെ കഴുകണമേ യേശുവേ.
കഴുകണമേ യേശുവേ. യേശുവേ, ഞങ്ങൾക്കായി ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച ആ കൈകളിലാണല്ലോ കർത്താവേ ഞങ്ങൾ ആണികൾ അടിച്ചു കയറ്റിയത്. ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ച, രോഗികൾക്ക് സൗഖ്യം നൽകിയ ആ കൈകളിലേക്കല്ലേ കർത്താവേ ഞങ്ങൾ ആണികൾ അടിച്ചു കയറ്റിയത്. നിന്റെ കരത്തിലൂടെ ഒഴുകിയ ആ ആണികൾ അടിച്ചു കയറ്റിയ ആ ദ്വാരത്തിലൂടെ ഒഴുകിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ആണിത്തുളച്ച കരങ്ങളിലിരുന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ കഴുകണേ കർത്താവേ. എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണം. ആണിത്തുളച്ച കരങ്ങളിലിരുന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ കഴുകണേ കർത്താവേ. യേശുവേ, രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും യേശുവേ, യേശുവേ, വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കുന്നു. യേശുവേ, 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 എന്നെ കഴുകണമേ യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എന്നെ കഴുകണമേ യേശുവേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി നടന്ന കാലുകൾ, ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി നടന്ന കാലുകളിലാണല്ലോ ഈശോയെ. ഞങ്ങൾക്ക് അപ്പം നൽകാൻ വേണ്ടി നടന്ന കാലുകളിലാണല്ലോ ഈശോയെ. ദൈവമേ, ഞങ്ങൾ ആണികൾ അടിച്ച് കയറ്റിയത്. കർത്താവേ, എത്രയോ വലിയ തിന്മകളാ കർത്താവേ ഞങ്ങൾ ചെയ്തത്. ആ കാലിലൂടെ ഒഴുകിയ ആ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കഴുകുക കർത്താവേ. ഞങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. നിന്റെ ശരീരത്തിലൂടെ ഒഴുകിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ യേശുവേ. കുന്തത്താൽ തുളച്ച വിലാപുറം ഇരുന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ കഴുകണേ കർത്താവേ. എന്നെ കഴുകണമേ യേശുവേ. ഞങ്ങളെ കഴുകണേ കർത്താവേ. കുന്തത്താൽ തുളച്ച വിലാപുറമിരുന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. യേശുവേ, എന്നെ കഴുകണമേ യേശുവേ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ, വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ, യേശുവേ, സ്വയം ഉയർത്തി വിളിക്കുക യേശുവേ. യേശുവേ, ഹൃദയം ഉയർത്തി വിളിക്കുക യേശുവേ. യേശുവേ, എല്ലാവരും വിളിക്കട്ടെ യേശുവേ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കർത്താവിന്റെ തിരുരക്തം, ഒരു തുള്ളി തിരുരക്തം ഞങ്ങളുടെ ശരീരങ്ങളിൽ വീഴണേ കർത്താവേ. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് യേശുവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ തിരുരക്തം തെളിച്ച നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നമ്മളിലേക്ക് വലിയ കൃപകൾ ഒഴുകപ്പെടാൻ പോവുകയാണ്. ഒരു തുള്ളി രക്തം ഞങ്ങളുടെ ശരീരത്തിൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴട്ടെ നാഥാ. ഞങ്ങളുടെ ശരീരത്തിൽ വീഴട്ടെ നാഥാ. യേശുവേ, ഒരു തുള്ളി രക്തം ഞങ്ങളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ വീഴട്ടെ. അത്ഭുതത്തിന്റെ രക്തം വീഴട്ടെ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ.
തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഒരു തുള്ളി രക്തം എന്റെ മേൽ. അത്ഭുതകരമായ സൗഖ്യത്തിന്റെ കരം നീണ്ടുവരട്ടെ. അനുഗ്രഹമുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ. യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കിയ കർത്താവിന്റെ സാന്നിധ്യം ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഹൃദയം ഉയർത്തി വിളിക്കുക. യേശുവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, അനുഗ്രഹങ്ങൾ നടക്കട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കുക. യേശുവേ, മുട്ടുകൾ മടക്കുക പ്രിയരെ. എല്ലാവരും മുട്ടുകൾ മടക്കുക. മുട്ടുകൾ മടക്കി യേശുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമാപന ആശീർവാദ സമയത്ത് നമ്മളെ മുഴുവൻ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ ലോകത്തിൻ്റെ ഏത് മുക്കിലാണോ, എത്രമാത്രം നിനക്ക് വേദനയുണ്ടോ, എത്രയും സങ്കടം നിനക്കുണ്ടോ, ആ സങ്കടങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ പോവുക. യേശു ഇറങ്ങി വരാൻ പോവുക. വിശ്വസിക്കുന്നവരിൽ ഈ നിമിഷം അത്ഭുതത്തിന്റെ നിമിഷമാണ്. വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി നിറവേറപ്പെടാൻ പോകുന്ന നിമിഷമാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. തമ്പുരാനെ നോക്കിക്കൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇപ്പോൾ ഈശോയോട് പറയുക. യേശുവിനെ മാത്രം നോക്കുക, തമ്പുരാനെ മാത്രം നോക്കുക. യേശുവിന്റെ മുന്നിലാ പ്രിയരെ നമ്മൾ മുട്ടുമടക്കിയിരിക്കുന്നത്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്ക. ഈ സമാപന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വലിയ ശക്തി, വലിയ സാന്നിധ്യം എല്ലാവരിലേക്കും ഒഴുകട്ടെ. രോഗികൾ പ്രാർത്ഥിക്ക, കടബാധിതർ പ്രാർത്ഥിക്ക, മാതാപിതാക്കൾ പ്രാർത്ഥിക്ക, യുവജനങ്ങൾ പ്രാർത്ഥിക്ക, കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്ക, മക്കളില്ലാത്തവർ പ്രാർത്ഥിക്ക, ഗർഭിണികൾ പ്രാർത്ഥിക്ക, ബിസിനസ്സുകാർ പ്രാർത്ഥിക്ക. സ്വരമുയർത്തി വിളിക്ക, ഹൃദയമുയർത്തി പ്രാർത്ഥിക്ക. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികളായ മക്കളിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ ശരീരങ്ങളിലേക്കും കർത്താവിന്റെ ശക്തി പൊട്ടി പുറപ്പെടട്ടെ, പൊട്ടി പുറപ്പെടട്ടെ. എല്ലാ ശരീരങ്ങളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ. വലിയ പ്രവർത്തികൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ശക്തമായ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ശക്തമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാനും എന്റെ കുടുംബവും തറവാടും ദേശവും ഇടവകയും അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,